ഇന്ന് മോളെ പിടിച്ചോ കുറച്ച് A+ കിട്ടുമോ? കിട്ടൂല. പബ്ലിക് എക്സാമിന് ഒരാഴ്ച മുന്നേ പഠിച്ചു തുടങ്ങിയാൽ പോരാ. ഒന്നെടുത്ത് അങ്ങോട്ട് മറച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തേ എന്റെ കുട്ടിക്ക് പറ്റിയെന്ന് അവരിങ്ങനെ ആലോചിച്ച് സങ്കടപ്പെടുന്ന സമയത്ത് എന്തേ പഠിച്ചൂടായിരുന്നോ? ഒരിക്കലും ഈ നഷ്ടപ്പെടുന്ന സമയം തിരിച്ചു വരൂലടാ മക്കളെ. എങ്ങനെ പോകുന്നു നമ്മുടെ റീൽ സ്ക്രോളോളജി, മൊബൈലോളജി, ഫുഡോളജി, സ്ലീപ്പോളജി, ടൈം വേസ്റ്റോളജി അടിപൊളിയായിട്ട് നടക്കുന്നില്ലേ? പഠിക്കാനുള്ള മാത്രം തൊട്ടിട്ടുണ്ടാവില്ല അല്ലേ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. സമയം ഇഷ്ടം പോലെയുണ്ട്. ഇഷ്ടം പോലെ സമയമാണ് നമുക്ക്. പബ്ലിക് എക്സാം ആകുമ്പോഴേക്ക് കുറേ സമയമുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് ഇപ്പോൾ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ക്രിസ്മസ് എക്സാം ഒക്കെ കഴിയട്ടെ, പബ്ലിക് എക്സാമിന് ഒരാഴ്ച മുന്നേ പഠിച്ചു തുടങ്ങിയാൽ പോരാ. അത്രക്കൊക്കെ അല്ലേ ഉള്ളൂ അല്ലേ? ഇതൊക്കെ പറയുന്ന ആൾക്കാർ ഒന്ന് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഒരു സബ്ജക്റ്റിലെ ചാപ്റ്റേഴ്സ് ഒന്ന് അങ്ങോട്ട് മറിച്ചു നോക്ക് പ്ലീസ്. ഓക്കെ, ആ മാത്സ്, ഫിസിക്സ്, കൊമേഴ്സിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹ്യൂമാനിറ്റീസിലൊക്കെ ചാപ്റ്റേഴ്സ് ഒന്നെടുത്ത് അങ്ങോട്ട് മറിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പബ്ലിക് എക്സാമിന് ഒരാഴ്ച മുന്നേ പഠിക്കാനുള്ള സാധനമാണ് ആ ബുക്ക് കിടക്കുന്നതെന്ന്. എത്രയും അധികം ചാപ്റ്റേഴ്സ് ഉണ്ടായിട്ട് പബ്ലിക് എക്സാം വെറും 2-2.5 മാസം മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെയാ മക്കളെ നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഇത്രയും സമയം വേസ്റ്റ് ചെയ്ത് ഒരു സെക്കൻഡ് പോലും പഠിക്കാനില്ലാതെ അല്ലെങ്കിൽ ഒരു ദിവസം 1 മണിക്കൂർ പോലും സ്പെൻഡ് ചെയ്യാണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുന്നത്? നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ആലോചനയില്ലേ? നിങ്ങൾ കരിയറിൽ എന്താ ചെയ്യാൻ പോകുന്ന ഒരു ഗോളും ഇല്ലേ നിങ്ങൾക്ക്? ഒരു ലക്ഷ്യങ്ങളില്ലേ നിങ്ങൾക്ക്? ആഗ്രഹങ്ങളില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ പബ്ലിക് എക്സാം വെറും 2.5 മാസം അപ്പുറത്താണ്. നിങ്ങളുടെ കരിയർ ഡിസൈഡ് ചെയ്യാൻ പോവാണ്. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇതിനെല്ലാം നിങ്ങളുടെ ഈ മാർക്സ് ബേസ് ചെയ്തിട്ടാണ്. ഈവൻ ഒരു ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ വരെ 95 above മാർക്സ് വേണം. നല്ല കോളേജിൽ നല്ല അഡ്മിഷൻ കിട്ടണമെങ്കിൽ മാർക്സ് വേണം. നല്ല യൂണിവേഴ്സിറ്റികളിൽ നല്ല സ്കോളർഷിപ്സിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ മാർക്സ് വേണം. ഇതൊക്കെ വെറുതെ എവിടെന്നെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കണ്ടോ നിങ്ങൾ? പബ്ലിക് എക്സാമിന്റെ തലേന്ന് ദൈവം നേരിട്ടിറങ്ങി നിങ്ങൾക്ക് ഇന്ന മോനെ പിടിച്ചോ, ഇന്ന മോളെ പിടിച്ചോ കുറച്ച് A+ കിട്ടുമോ? കിട്ടൂല. എടാ, നമ്മുടെ പബ്ലിക് എക്സാം നമ്മളെ നോക്കി ഇങ്ങനെ ചിരിക്കും. നിങ്ങളുടെ റിപ്പോർട്ട് കാർഡ് നിങ്ങളെ നോക്കി ഇങ്ങനെ കളിയാക്കും. നിങ്ങളുടെ പിന്നെ റിപ്പോർട്ട് കാർഡ് കിട്ടുന്ന സമയത്ത് റിസൾട്ട് അറിയുന്ന ദിവസം കണ്ണിലൂടെ ചൂടുള്ള കണ്ണീരിങ്ങനെ ഒഴുകി വരും. നിങ്ങളുടെ പേരൻസ് ആലോചിക്കും, ഹോ എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകന് അവൻ ആഗ്രഹിച്ച നിലയിൽ എത്താൻ പറ്റിയില്ലല്ലോ, എന്തേ എൻ്റെ കുട്ടിക്ക് പറ്റിയെന്ന് അവരിങ്ങനെ ആലോചിച്ച് സങ്കടപ്പെടുന്ന സമയത്ത് വായിന്നൊരു വാക്ക് വരാൻ നമുക്കുണ്ടാവില്ല. കാരണം എങ്ങനെയാ? ഇഷ്ടം പോലെ സമയം ഉണ്ടായിട്ട് അത് മുഴുവൻ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. ഓരോ സെക്കൻഡും നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ള, ഇപ്പം നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡുകളും ഓരോ മിനിറ്റുകളും നിങ്ങളുടെ മുന്നിൽ നിന്ന് വന്ന് കൊഞ്ഞനം കുത്തും. നിങ്ങളോട് ചോദിക്കും, എന്തേ പണി, എന്തേ പഠിച്ചൂടായിരുന്നോ, എന്നെ മര്യാദയ്ക്ക് യൂസ് ചെയ്തൂടായിരുന്നോ എന്ന് സമയം നിങ്ങളടുത്ത് വന്ന് ചോദിക്കും. ഒരിക്കലും ഈ നഷ്ടപ്പെടുന്ന സമയം തിരിച്ചു വരൂലടാ മക്കളെ. അന്ന് ആ റിസൾട്ട് അറിയുന്ന സമയത്ത്, കയ്യിൽ ആ റിപ്പോർട്ട് കാർഡ് കിട്ടുന്ന സമയത്ത്, അതിങ്ങനെ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്ക്രീനിൽ നിങ്ങളുടെ റിസൾട്ട് ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച മാർക്കല്ല എന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ ആലോചിക്കും, ഹോ എനിക്ക് ഈ സമയം ഒന്നും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ, കുറച്ചും കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് പഠിച്ചേനെ എന്ന് നമ്മൾ ആലോചിച്ചിങ്ങനെ നെടുവീർപ്പിടേണ്ടി വരും. നമ്മളെന്താ പ്രശ്നം എന്നതാ, നമ്മൾ ഒന്നുമില്ല, നമ്മളെല്ലാ സമയവും നമ്മളിങ്ങനെ വേസ്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഗെയിമൊക്കെ കളിച്ച് ഫുൾ ഡിസ്ട്രാക്റ്റഡ് ആയി ഫുൾ ടൈം ഫോണിൽ നോക്കി സമയമുണ്ട് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കും. എടാ, സമയം ഒരാളെയും വെയിറ്റ് ചെയ്യില്ല. നിങ്ങൾ ഒരാളെയും സമയം കാത്തിക്കൂല. സമയം ഇങ്ങനെ പോണ സമയത്ത് ബാ മോനെ എൻ്റെ കൂടെ പോരുട്ടോ എന്ന് പറയൂല. നിങ്ങൾ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സെക്കൻഡും മിനിറ്റുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. എനിക്ക് വേണ്ടിയിട്ടല്ല, ടീച്ചേഴ്സിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ പേരൻസിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ സ്കൂളിന് വേണ്ടിയിട്ടല്ല, ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഫോർ യു. നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു എന്താ പറയുക ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കരിയറിൽ നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ വേസ്റ്റ് ചെയ്യുന്ന ഈ സമയം മൊത്തം നമുക്ക് എത്ര നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. ഒരു 3 മണിക്കൂർ ഒരു ദിവസം മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇപ്പം ആ ക്രിസ്മസ് എക്സാമിന് അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് ടൈം ടേബിൾ മുന്നിൽ ഇങ്ങനെ വന്ന സമയത്ത് ഇത്രയും ചാപ്റ്റർ എനിക്ക് പഠിക്കാനുണ്ടല്ലോ എന്ന് ആലോചിച്ചുള്ള ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവുമായിരുന്നോ? ഇല്ല. കഴിഞ്ഞ ജൂൺ മുതൽ അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് ക്ലാസ് എന്നാണോ തുടങ്ങിയത് അന്ന് മുതൽ നിങ്ങൾ എടുക്കുന്ന ചാപ്റ്റേഴ്സ് അതുപോലെ ക്ലിയർ ആയിട്ട് ഷെഡ്യൂൾ വെച്ച് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ക്രിസ്മസ് എക്സാം വരുമ്പോൾ പുഷ്പം പോലെ നിങ്ങൾ എഴുതി പോന്നേനെ. പക്ഷെ അത് നടക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാ? തുടങ്ങാത്തോണ്ടാ, പഠിക്കാത്തോണ്ടാ. പക്ഷെ ഇനിയും ആ ബോധം വന്നിട്ടില്ലല്ലോ. പബ്ലിക് എക്സാമിന്റെ തലേന്നും നിങ്ങളിത് ആലോചിക്കും, തുടങ്ങിയാൽ മതിയായിരുന്നു, പഠിച്ചാൽ മതിയായിരുന്നു, ഞാൻ എഴുതിയാൽ എനിക്കിത് ക്ലിയർ ആയിട്ട് എക്സാം എഴുതാൻ പറ്റിയേനെ, ഞാൻ ആലോചിച്ച് മാർക്ക് എനിക്ക് കിട്ടിയേനെ എന്ന് നിങ്ങൾ ആലോചിച്ച് റിഗ്രറ്റ് അടിക്കുന്ന സമയം വരും. ഇനിയും വൈകിട്ടില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. എടാ, സത്യമാണ്, നിങ്ങൾ വളരെ നേരത്തെ തുടങ്ങേണ്ടവരായിരുന്നു. നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരു കോട്ട് കേട്ടിട്ടുണ്ടോ? ദ ബെസ്റ്റ് ടൈം ടു പ്ലാന്റ് എ ട്രീ വാസ് 25 years ago. ഒരു മരം നടാനുള്ള ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് 25 വർഷം മുന്നേ ആയിരുന്നു. ശരിയാണ്, നേരത്തെ തുടങ്ങേണ്ടിയിരുന്നു. പക്ഷേ ദ സെക്കൻഡ് ബെസ്റ്റ് ടൈം ഈസ് നൗ, ടുഡേ, ദിസ് മൊമെന്റ്.
ശരിയാ, നിങ്ങൾ നേരത്തെ തുടങ്ങേണ്ടിയിരുന്നു. നമ്മൾ മരം 25 വർഷം മുന്നേ മരം നട്ട് അല്ലെങ്കിൽ മരം നടാനുള്ള ബെസ്റ്റ് സമയം 25 മുന്നേ ആണെന്ന് വിചാരിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരു 10 അല്ലെങ്കിൽ ഒരു 5 വർഷം മുന്നേ ആൾക്കാർ ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല. സംഭവം ശരിയാണ്. വി ഹാവ് ടു സ്റ്റാർട്ട് ഏർലി. നമ്മൾ നേരത്തെ തുടങ്ങേണ്ടവരായിരുന്നു. പക്ഷേ ഇത്രയും സമയം ഒരു ബോധവും ഇല്ലാതെ നമ്മൾ വേസ്റ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് ഇനിയും ചെയ്യേണ്ടെന്നാണോ? അല്ല. യു ഹാവ് ലിറ്റിൽ ബിറ്റ് മോർ ടൈം. നിങ്ങൾ ഇനിയെങ്കിലും, ഇനിയുള്ള ദിവസങ്ങളെങ്കിലും, ഇനിയുള്ള സമയമെങ്കിലും കറക്റ്റായിട്ട് ഉപയോഗിച്ച് അവനവൻ്റെ ഷെഡ്യൂളിലൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഡിസിപ്ലിൻഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഹാബിറ്റ് ഒന്ന് ബിൽഡ് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്ക്. നമ്മളുടെ വരാൻ പോകുന്ന റിപ്പോർട്ട് കാർഡിനെ കുറിച്ച് ആലോചിക്ക്. ആ റിസൾട്ട് അറിയുന്ന ദിവസത്തെ കുറിച്ച് ആലോചിക്ക്. നിങ്ങളുടെ മുഖാലേക്ക്, നിങ്ങളുടെ പാരൻസിന്റെ മുഖാലേക്ക്. ഇത്രയും റിസോഴ്സസ് കിട്ടിയിട്ടും ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഇതൊന്നും മര്യാദയ്ക്ക് യൂസ് ചെയ്യാണ്ട് ലൈഫിൽ ഇങ്ങനെ ജീവിച്ചു പോയിട്ട് എന്ത് കാര്യമുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും ബില്ലടയ്ക്കാനുണ്ടോ? വീട്ടിൽ സാധനം വാങ്ങിയിട്ട് നിങ്ങൾ സാധനം വാങ്ങിയിട്ട് വേണോ വീട്ടിൽ കഴിയാൻ? ഇല്ലല്ലോ. നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു നേരത്തെ ഫുഡിന് നിങ്ങൾക്ക് തെണ്ടേണ്ടി വരുന്ന ആവശ്യമില്ലല്ലോ. ഒരു നേരത്തെ ഫുഡ് നിങ്ങൾക്ക് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇത്ര തടസ്സം? എന്തേ പഠിക്കാത്തെ? എന്താ ചെയ്യാത്തെ? എന്താ തുടങ്ങാത്തെ? ആരെങ്കിലും വരുമോ? നിങ്ങൾക്ക് ആരെങ്കിലും വന്നിങ്ങനെ നിങ്ങൾക്ക് തുടങ്ങി തരുമോ? അല്ലെങ്കിൽ എക്സാമിൻ്റെ അന്ന് നമുക്ക് എന്തെങ്കിലും ദിവ്യശക്തി കിട്ടുമോ? കിട്ടൂല. നമ്മളാരും ചിട്ടി റോബോട്ടൊന്നല്ല ബുക്ക് ഇങ്ങനെ എടുത്താക്കുമ്പോഴേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. പഠിച്ചു തുടങ്ങാനുള്ള സമയമായി. ഇനി സമയമില്ല നിങ്ങളുടെ മുന്നിൽ. ഇന്നെങ്കിലും ആ ബോധം നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മക്കളെ, പബ്ലിക് എക്സാമിൻ്റെ അന്ന് ആ റിസൾട്ട് നോക്കിയിട്ട് കണ്ണിൽ ഇങ്ങനെ വെള്ളം വരേണ്ടി വരും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളുടെ റിസൾട്ട് പേപ്പറിൽ അല്ലെങ്കിൽ ആ പറയുന്ന റിസൾട്ട് കാർഡിൽ അല്ലെങ്കിൽ ആ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന ആ മാർക്ക് ഷീറ്റിൽ ഓരോ സബ്ജക്റ്റിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ A+ എന്ന് മിന്നി മറിഞ്ഞ് കാണണമെന്നുണ്ടെങ്കിൽ, പെർസെൻറ്റേജ് കൂട്ടുമ്പോൾ 95 above % കാണണമെന്നുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങണം. ഫ്രം ദിസ് ഡേ. യെസ്, നിങ്ങളെക്കാളും മുന്നേ തുടങ്ങിയ ആൾക്കാരുണ്ട്. ഓഫ് കോഴ്സ് അവർക്കത് പ്രിവിലേജ് ആണ്. പക്ഷേ നമ്മൾ തുടങ്ങിയിട്ടില്ല. നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്ത ആൾക്കാരാണ്. എന്ന് വെച്ചിട്ട് ഇനിയും നിങ്ങൾ തുടങ്ങാൻ ഭാവമില്ല എന്നുണ്ടെങ്കിൽ, ഇനി എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. ഇനിയും തുടങ്ങാനുള്ള ഭാവമില്ല എന്നുണ്ടെങ്കിൽ പബ്ലിക് എക്സാം നിങ്ങളെ നോക്കി കൊഞ്ഞനും കുത്തി അതിൻ്റെ വഴിക്കങ്ങ് പോകും. സോ സ്റ്റാർട്ട് ഫ്രം ടുഡേ. ഇന്ന് മുതലെങ്കിലും ഇത് പഠിച്ചു തുടങ്ങുമെന്നൊരു തീരുമാനം എടുക്കുള്ളിൽ. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും, ഇത് എവിടുന്ന് പഠിച്ചു തുടങ്ങും? ഇഷ്ടംപോലെ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആരപ്പോൾ പഠിക്കുക? എന്നെ കൊണ്ട് ഇത് പഠിക്കാൻ നടക്കുമോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്കൊരു കൈ സഹായം വേണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ തരാൻ പോവാണ് ത്രൂ അവർ ബൂസ്റ്റർ ബാച്ച്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ബാച്ച് ജോയിൻ ചെയ്യാനാണ്. അല്ല, നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോ. പക്ഷെ പല കുട്ടികളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കണമെന്ന് അറിയില്ല, ഡെയിലി എന്ത് ഷെഡ്യൂൾ ഇടണമെന്ന് അറിയില്ല. ഇതൊന്നും അറിയാണ്ട് ഒരു കൈ സഹായം, ഒരു കൈ കൊടുത്തു കഴിഞ്ഞാൽ ഉയരങ്ങളിൽ എത്താൻ സാധ്യതയുള്ള ഒരുപാട് കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടാകും. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ബൂസ്റ്റർ ബാച്ച് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. +1-നും +2-നും 2499 കൊടുക്കുന്ന കോഴ്സ്. ഈ ഒരു സമയത്ത് ആദ്യം വരുന്ന 2000 കുട്ടികൾക്ക് ഞങ്ങൾ കൊടുക്കുന്നത് 1999 റുപ്പീസിനാണ്. വെറും 1999 റുപ്പീസിനാണ് ഈ ഒരു കോഴ്സ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും പൈസക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു റെക്കോർഡഡ് ക്ലാസ് കാണാനല്ലേ? അല്ല, ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് കംപ്ലീറ്റ് ചാപ്റ്ററിലേക്കുള്ള ആക്സസ് ആയിരിക്കും. ഫെബ്രുവരി 1st വീക്കോട് കൂടി കംപ്ലീറ്റ് സിലബസ് നമ്മൾക്ക് കവർ ചെയ്യുന്നുണ്ടാകും. ഫെബ്രുവരി മാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിവിഷന്റെയും മോഡൽ എക്സാംസിന്റെയും ടൈമാണ്. മൈൻഡ് മാപ്പുകളും ഹാൻഡ് റിട്ടൺ കൈകൊണ്ട് എഴുതിയ നോട്ടുകളുമാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പോകുന്നത്. ഇനി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല, എക്സാം എഴുതി പരിചയമില്ല എന്നൊന്നും പറയരുത്. 3 സെറ്റ് ഓഫ് എക്സാമുകളാണ് നിങ്ങൾ ചാപ്റ്ററുകളിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. വാട്സപ്പിലും അതേപോലെ AI ഡൗട്ട് ക്ലിയറൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ സബ്ജക്റ്റിനും സബ്ജക്റ്റ് വൈസ് ക്ലബ്ബുകൾ നമ്മൾ തരുന്നുണ്ട്. സബ്ജക്റ്റ് വൈസ് ക്ലബ്ബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു സബ്ജക്റ്റിൽ, ഇപ്പോൾ ഫിസിക്സിൽ അല്ലെങ്കിൽ കൊമേഴ്സിൽ ഏതെങ്കിലും സബ്ജക്റ്റിൽ നിങ്ങൾക്കൊരു സബ്ജക്റ്റിൽ A+ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ, നല്ല മാർക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യേണ്ട കുറച്ച് സ്ട്രാറ്റജികളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ചില ചാപ്റ്റേഴ്സ് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര മാർക്ക് വാങ്ങിക്കാം, ഇങ്ങനെ കുറേ ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അത് ഈ ഓരോ ക്ലബ്ബുകളിലൂടെയും നിങ്ങൾക്ക് ടീച്ചേഴ്സ് നേരിട്ട് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും തരുന്നുണ്ടാകും. അതേപോലെ ഓരോ ചാപ്റ്ററിനും 2 ടൈപ്പ് നോട്ടുകൾ വെച്ചായിട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫീച്ചർ, പേഴ്സണൽ മെന്ററിങ്. പല കുട്ടികളുടെയും പ്രശ്നം ഇത്, ആപ്പ് അങ്ങോട്ട് പർച്ചേസ് ചെയ്യും എന്നിട്ട് ഇങ്ങനെ അട്ട നോക്കിയിരിക്കും.
അല്ലേ? പക്ഷെ ഇവിടെ അതല്ല. നിങ്ങൾ ഓരോ ദിവസവും ഷെഡ്യൂൾ ഫോളോ ചെയ്തിട്ടുണ്ടോ, പഠിക്കുന്നുണ്ടോ, നിങ്ങൾ ക്ലാസ്സസ് കാണുന്നുണ്ടോ എന്ന് നിങ്ങളെ പിന്നാലെ നടന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മൾ തരാൻ പോകുന്നത് പേഴ്സണൽ മെൻറ്റേഴ്സിനെയാണ്. ആ മെൻറ്റേഴ്സ് വഴി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഓരോ അപ്ഡേറ്റുകളും അവരെടുക്കുന്നുണ്ടാകും. നിങ്ങളെ പഠിക്കാണ്ട് ഞങ്ങൾ വിടൂല എന്നർത്ഥം. ഇതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് തരും. നിങ്ങൾ കറക്റ്റായിട്ട് ഇതെല്ലാം അപ്ലൈ ചെയ്ത് പഠിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ പറയും പോലെ ഷെഡ്യൂൾ ഫോളോ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന മാർച്ച് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് റിപ്പോർട്ട് കാർഡ് ഇങ്ങനെ സ്ക്രീനിൽ തെളിഞ്ഞു വരുമ്പോൾ ഓരോ കോളത്തിലും മക്കം വെട്ട് A+ എന്നിങ്ങനെ കാണും. ഞങ്ങൾ പറയും പോലെ ഞങ്ങളുടെ കൂടെ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ, സോ ഇഫ് യു ആർ റെഡി ഫോർ ദാറ്റ്, താഴെ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ബി റെഡി ടു ചേഞ്ച് യുവർ ഫ്യൂച്ചേഴ്സ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിന്റെ അർത്ഥം എല്ലാവരും ചിലപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്തോളണമെന്നില്ല. പക്ഷേ ബാച്ചിൻ്റെ സഹായത്തോടു കൂടി ഉയരങ്ങളിൽ എത്താൻ പറ്റുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് സ്വയം ഡീഗ്രേഡ് ചെയ്ത് എനിക്കിനിയൊന്നും നടക്കില്ല എന്ന് വിചാരിച്ച് ഹോപ്പ് നഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട്. ഈ കുട്ടികളോടാണ് ഞാൻ പറയുന്നത്, മക്കളെ ഒന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി, ഞങ്ങൾ നിങ്ങളെ റെഡിയാക്കി തരാം. ഞങ്ങൾ പറയും പോലെ നിങ്ങൾ പഠിച്ചു തന്നാൽ മതി, ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ ഷെഡ്യൂൾ ഫോളോ ചെയ്താൽ മതി. നമ്മളുടെ ആപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യ്, നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്തു നോക്ക്, ഞങ്ങൾ പറയുന്ന മെത്തേഡ്സിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. A+ കുറഞ്ഞ ഒന്നും നിങ്ങളുടെ റിപ്പോർട്ട് കാർഡിൽ നിങ്ങൾ കാണൂല. ആൻഡ് ദാറ്റ്സ് അവർ ഗ്യാരണ്ടി. അതുകൊണ്ടാണ് ഇഫ് യു ആർ റെഡി ടു റൈസ്, നിങ്ങൾക്ക് ഉയരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കരിയർ സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ, ഫ്യൂച്ചർ നിങ്ങൾക്ക് കിടിലനാക്കണമെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ, വി ആർ ഹിയർ ഫോർ യു. ഒറ്റയ്ക്ക് പഠിച്ച് നേടുന്നുണ്ടെങ്കിൽ അതിനും കട്ട സപ്പോർട്ടായിട്ട് ഞങ്ങൾ ഉണ്ടാകും. സോ റിസൾട്ട് അറിയുന്ന ദിവസം കാണാം. ആ അക്കട്ടെ A+ ഒക്കെ ഒന്ന് കാണണ്ടേ?